എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ടൊരു കുറുമയാണ്. കുറുമയുണ്ടാക്കാനായി ഞാനെടുത്തത് 1 കപ്പ് വെള്ളക്കടലയും 1 മീഡിയം ഉരുളക്കിഴങ്ങുമാണ്. ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി കഴുകി അല്പം വലിപ്പത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുക. 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത കടല ഒരു കുക്കറിലിട്ട് 1 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളവും ഒഴിച്ച് വേവിച്ച് വയ്ക്കുക. ഇനി അരപ്പുണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് തേങ്ങ ചിരുകിയത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലയ്ക്ക, 12 കശുവണ്ടി ഇത്രയിട്ട് അരയാനാവശ്യമായ അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 4 വെളുത്തുള്ളിയല്ലി ചതച്ചതും ഇട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് മൂപ്പിക്കുക. ഗരം മസാല വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് തക്കാളി വേകാൻ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് അരപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കുക. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ഒഴിക്കുക. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതുകൂടി ചേർത്ത് ഇളക്കി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ചാറ് നിങ്ങളുടെ ആവശ്യത്തിന് കുറുകിയെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ചെറിയ ഉള്ളി മൂപ്പിച്ചിടാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 3 വറ്റൽമുളകും 6-7 ചെറിയ ഉള്ളി അരിഞ്ഞത് വിട്ട് മൂപ്പിച്ച ശേഷം കറിയിൽ ഒഴിച്ചിളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എഴുതാനും മറക്കരുത്.